ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വരി ക്ഷേത്രം. പരബ്രഹ്മ സ്വരൂപിയായ പരമശിവൻ്റെ പല പേരുകളിൽ ഒന്നായ രാജരാജേശ്വരൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. എന്നാൽ ശിവൻ്റേതായ പല വിശേഷങ്ങളും ഇവിടെയില്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിലുണ്ട്. കൂവളത്തിലില ഉപയോഗിക്കയില്ല. ധാരയും രുദ്രാഭിഷേകവും പതിവില്ല. പ്രദോഷവ്രതത്തിൻ്റെ പ്രധാനമില്ല. ബുധനാഴ്ച വിശേഷ ദിവസമായി ആചരിക്കാം തുടങ്ങിയവയിൽ പ്രധാനമാണ്. എന്നാലും പ്രതിഷ്ഠാരൂപവും ഭാവവുമെല്ലാം ശിവൻ്റേതാണ്. കേരളത്തിൽ പുരാതനമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു. ദക്ഷിണ ഇന്ത്യയിലെ ശിവക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിന് പ്രധാന സ്ഥാനമുണ്ട്. തെക്കേ ഇന്ത്യയിലെ എന്തെങ്കിലും ക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദേവദർശനം നടത്തുകയും കാണിക അർപ്പിച്ച് ദേവപ്രശ്നം വയ്ക്കുന്നതും ക്ഷേത്രത്തിൽ ആചാരമായി കരുതുന്നു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മതിൽ കെട്ടുന്ന പുറത്തുള്ള ഉയർന്ന പീഠത്തിലാണ് ഇങ്ങനെ ദേവപ്രശ്നം വയ്ക്കുന്നത് പതിവ്. ഉപദേവതകളായി പാർവതി, ഗണപതി സങ്കല്പം, സുബ്രഹ്മണ്യൻ സങ്കല്പം, ദക്ഷിണാമൂർത്തി, പരശുരാമൻ, നന്ദികേശൻ, ഭൂതദാതൻ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട്. ചെറുകുന്ന് അന്നപൂർണേശ്വരി, മാടായിക്കാവിലമ്മ എന്നീ ദേവിമാരുടെ അദൃഷ്ട സാന്നിധ്യവും ഇവിടെ സങ്കല്പിച്ചു വരുന്നു. കുംഭമാസത്തിലെ ശിവരാത്രിയും മേടമാസത്തിലെ വിഷുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഏറ്റവും പുരാതനമായ ശക്തിപീഠങ്ങളിലൊന്നായ തളിപ്പറമ്പ് എന്ന് കരുതപ്പെടുന്നു. സതീദേവിയുടെ സ്വയം ദഹനത്തിനും ശിവൻ്റെ താണ്ഡവ നൃത്തത്തിനും ശേഷം സതിയുടെ തല വീണത് ഇവിടെയാണ് എന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിനു വർഷങ്ങൾ പഴക്കമുണ്ട്. ഋഷിമാർ ആദിത്യനെ കണ്ടെത്തുമ്പോൾ കിട്ടിയ ചൂർണം കൂട്ടിക്കുഴച്ച് നിർമ്മിച്ച 3 ശിവലിംഗങ്ങളിൽ ബ്രഹ്മാവ് കൈവശപ്പെടുത്തി. പാർവതീദേവി ഭഗവാൻ ശിവൻ്റെ സഹായത്താൽ ആ വിഗ്രഹങ്ങൾ വാങ്ങി പൂജിച്ചു വരുന്നു. മുച്ചുകുന്ദൻ മാർത്താണ്ഡവർമ്മൻ്റെ മകനായ മുച്ചുകുന്ദൻ പിന്നീട് ശ്രീ പരമശിവനെ പ്രാർത്ഥിച്ച് ശിവനിൽ നിന്ന് രണ്ടാമത്തെ ശിവലിംഗം നേടി. അദ്ദേഹവും ഇവിടെ തളിപ്പറമ്പിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ശിവപൂജ ചെയ്തു പോന്നു. അദ്ദേഹത്തിനു ശേഷം ഈ ശിവലിംഗവും കാലക്രമത്തിൽ ഭൂമിക്ക് അടിയിൽ താഴ്ന്നുപോയി. പിന്നീട് ഈ പ്രദേശം ഭരിച്ചിരുന്ന മൂഷക വംശത്തിൽപ്പെട്ട രാജാവായിരുന്ന ശിവഭക്തനായ ശതസോമനാണ് 3ാമത്തെ ശിവലിംഗം ലഭിച്ചത്. അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം ശിവപൂജകൾ നടത്തിയാണ് അദ്ദേഹത്തിന് ഈ ശിവലിംഗം ലഭിച്ചത് എന്ന് വിശ്വസിക്കുന്നു. രാജാവ് ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ചു ക്ഷേത്രം പണിത് പൂജ നടത്തി പോന്നതുവരെ. പിന്നെ പൂജകളായ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ രാജരാജേശ്വരനെ നേദിക്കുവാനായി ചെറിയ മൺപാത്രങ്ങളിൽ നെയ്യ് ക്ഷേത്രത്തിലെ സോപാനനടയിൽ വയ്ക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. ഇതിനെ നെയ്മൃത്ത് എന്ന് പറയുന്നു. ഇങ്ങനെ കിട്ടുന്ന നെയ്യ് അഭിഷേകത്തിനും വിളക്കിനും ഉപയോഗിച്ചു വരുന്നു.
പിന്നെ ഈ ക്ഷേത്രം പരശുരാമനാണ് സ്ഥാപിച്ചതെന്നൊരു വിശ്വാസവുമുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ രാജരാജേശ്വരനെ ദർശിക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേക സമയമുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാർ സ്ഥാനാരോഹണം ചെയ്യുന്നതിന് മുൻപ് ഇവിടെയൊരു ആനയെ നടയിരുത്തിയിരുന്ന ചടങ്ങ് പണ്ടു മുതലേ ഉള്ള ഒരു ആചാരമാണ്. പിന്നെ ഈ ക്ഷേത്രം വലിയൊരു ക്ഷേത്രം തന്നെയാണ്. കുറേ ചുറ്റി കാണാനുമുണ്ട് ഈ ക്ഷേത്രത്തിൽ. ഇതാണ് ഇവിടുത്തെ ശിവന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. പിന്നെ ഇത് ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വലിയൊരു സ്റ്റാച്ചു ആണ്. ഇത് കാണാൻ വേണ്ടി കുറേ ദൂരത്തു നിന്ന് എല്ലാവരും ഇവിടെ വരാറുണ്ട്. ഒരു വലിയ സ്റ്റാച്ചു തന്നെയാണ്, ഇവിടുത്തെ ശിവന്റെ തന്നെയാണിത്. പിന്നെ ഈ ക്ഷേത്രത്തിൽ പൂജകൾക്കും ആചാരങ്ങൾക്കും പ്രത്യേക സമയങ്ങളുണ്ട്. ക്ഷേത്രം രാവിലെ 5 മണിക്ക് തുറന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അടയ്ക്കും. തുടർന്ന് വൈകുന്നേരം 5 മണിക്ക് വീണ്ടും തുറക്കും. രാത്രി 8:30 അടയ്ക്കും. പ്രത്യേക വൈകുന്നേരം 7 മണിക്ക് അടക്കുന്ന അത്താഴ പൂജയ്ക്ക് ശേഷം സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അതുവരേക്ക് ഓക്കെ, ബൈ.